കൊന്നിച്ചോ മിനസാൻ നമ്മുടെ മിസ് മൈറ്റ് മഹിത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 22 എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഒരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. പക്ഷേ അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് 2.3K ലൈക്സ് നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീക്ക് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ അലൻ സോജൻ ബ്രോ നമുക്ക് വീണ്ടും ഒരു 100 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. അപ്പോൾ ലൈക്ക് ചെയ്തവർ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് നമ്മുടെ ഈ പേജ് ഇപ്പം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് അവർ രണ്ടുപേരും കൂടെ അവിടെ കൂടെ നടന്ന് വരുമായിരുന്നു. നമ്മുടെ സിയോക്കും ആ കൂട്ടത്തിലുണ്ട്. അവൻ്റെ ശരീരത്തിനൊക്കെ നന്നായിട്ട് രക്തം വാർന്നു പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് അവൻ്റെ കൂടെ നടക്കാൻ നേരത്ത് അവൻ ശരിക്കും ചിന്തിക്കുന്നുണ്ട്, നാശം, ഞാൻ എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? എന്തായാലും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ചില വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ എനിക്കിപ്പോഴും പേടി എനിക്ക് അവനെ പറ്റിക്കാൻ പറ്റത്തില്ലെന്ന് ഓർക്കാൻ നേരത്താണ്. അവൻ ശരിക്കും യങ്ങാണ്, പക്ഷേ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അവൻ സൺ റാങ്കിലേക്ക് ഉയർന്നു. അതുമാത്രമല്ല, 2 മിത്തിക്കൽ ബീസ്റ്റാണ് അവൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് ആയിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ അവൻ ശരിക്കും ഒരു ജീനിയസ് ആയിട്ടുള്ള മന്ത്രവാദിയാണ്. സീനിയർ ഡിസിപ്ലിനുള്ള ജോ തേച്ചങ്. ഞാൻ ഓൾറെഡി മോക്ക് ജോനെ വാങ്ങിച്ചു തരുന്നു. അല്ല, അത് കൊള്ളാം. അപ്പം എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരണോ? ചിലതൊക്കെ നീയും കൂടെ ചെയ്യണ്ടേ? എങ്കിലേ നിനക്കും ഈ ഒരു പാവലിയൻ മാസ്റ്റർ ആകാൻ പറ്റത്തുള്ളൂ. ശരിയാണ്, പാവലിയൻ മാസ്റ്റർ. അത് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിൽ വരാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ അല്ല, അല്ലെങ്കിൽ ഒരു കോപ്പുമില്ല. അവൻ എന്തായാലും എന്നെ കിട്ടി. അതിനു പുറമെ അവൻ്റെ ടാലൻറ്റ് അത് ശരിക്കും റിയൽ ആണ്. ഞാനിവിടെ സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല മന്ത്രവാദിയാകാനും പറ്റും. അതിലുപരി എനിക്ക് ഇവിടുത്തെ പാവലിയൻ മാസ്റ്റർ ആകാനും പറ്റും. യെസ്, ഞാൻ ഉറപ്പായിട്ടും പാവലിയൻ മാസ്റ്റർ ആയിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് എന്നോടിപ്പോൾ പറയുന്നത് ഞാനെന്തോ വിലപ്പെട്ടത് എന്തോ ഒന്ന് മറന്നു പോയെന്നാണ്. പക്ഷേ എന്താണെന്ന് മാത്രം എനിക്ക്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിയോങ്ങിനാണ്. അവൻ പറയും ചെയ്യും, സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ആ ഒരു കേഴ്സ്ഡ് ബീറ്റ്സിന് ഇതുപോലത്തെ ഒരു എബിലിറ്റി ഉണ്ടെന്ന്. അവൻ എൻ്റെ പേര് തന്നെ മറന്നു പോയില്ലേ? ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് ഞാൻ അവനോടൊന്ന് മറക്കാൻ പറഞ്ഞു. ആൻഡ് അത് വർക്കായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു ബീറ്റ്സ് പ്രോസസ് ചെയ്യുന്ന പവർ ഞാൻ വിചാരിച്ചതിലും അപ്പുറമാണ്. അല്ല, നിനക്ക് ഇതുപോലത്തെ ഇനി ഒപ്പിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് പോസിബിൾ അല്ല. ഇതുണ്ടാക്കിയിരിക്കുന്നത് വൺ ഓഫ് ദി 6 ഡിവൈൻ ആയുള്ള മന്ത്രവാദിയിൽ ഒരാളുള്ള ഗോൾഡ് സുപ്രീം യങ് റിയോൾ ആണ്. ആൻഡ് ഇത് കൂടാതെ ഇനി 3 കൂടിയുണ്ട്. എൻ്റെ മാസ്റ്ററിന് കിട്ടിയത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്. കാര്യം അതേ ഒരു 64 മന്ത്രവാദി പാവലൻസ് എല്ലാം കൂടെ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഡെക്കേഡോളം അതേ ഇതിനെപ്പറ്റി പഠിച്ചു. പക്ഷേ ഏറ്റവും അവസാനം ഫെയിൽഡ് ആയി എന്ന് തന്നെ പറയണം. അല്ല, അത് ശരിക്കും. എങ്കിലും കുഴപ്പമില്ല, 3 കൂടെ ബാക്കിയില്ലേ? എനിക്ക് എപ്പോഴെങ്കിലും അത് കിട്ടിയാലോ? നീ എന്തായാലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നല്ലേ? അപ്പോൾ നമുക്കിനി തുടർന്നല്ലോ നമ്മുടെ ഒരു കോൺവെർസേഷൻ. ബ്ലൂ സ്പിരിറ്റിൻ്റെ ഹിഡൻ ഉള്ള പോസ്റ്റ് അതെന്തായാലും അറിയണം. അപ്പോൾ പറ, ദ ഗ്രേറ്റ് ബാറ്റിൽ ഓഫ് ഹിയങ്ങിൽ എന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന്. മോർട്ടൽ, മോർട്ടൽ, നീ പിന്നെ സംസാരിക്കുക. ഞാൻ കുറച്ച് ബിസിയാണ്. ഞാൻ കെഞ്ചി പറയുവാണ്, നീ ആ ചോദ്യം ഇപ്പോൾ ചോദിക്കല്ലേ. നീ സമയമാകുമ്പോൾ നീ മര്യാദക്ക് മനസ്സിലാക്കിയോളാം. നീ ഇപ്പം ഞാൻ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ആ ഒരു തോട്ട് ഷട്ടറിങ് ടെക്നിക്കിൽ ഒരെണ്ണം പഠിപ്പിച്ചു തരാം. പെട്ടെന്ന് അവൻ ഞെട്ടി. അല്ല, ഒന്നോർത്തത് നന്നായി. കാര്യം അവൾ എന്തെങ്കിലും എന്നോട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാനാണ് പറയുന്നത്. ലൈക്ക് സെൽഫ് ലേൺ പോലെ. ഇതെന്തായാലും ബെറ്റർ ആയില്ലേ? എങ്കിലും ഇവളുടെ പാസ്റ്റുകൾ ഇങ്ങനെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നിനക്ക് ഓക്കെ ആണെങ്കിൽ നിന്റെ വിരൽ കൊണ്ട് ഒരു സിഗ്നൽ തന്നാൽ മതി. എന്തായാലും ബ്ലൂ സ്പിരിറ്റിൻ്റെ സിറ്റുവേഷൻ അത് അത്ര നല്ലതല്ല. എങ്കിൽ പിന്നെ പെട്ടെന്ന് അവൻ്റെ 2 വിരലുകൾ അവൻ പൊക്കി കാണിച്ചു. എടാ വിട്ടി, നിനക്കെന്താ മോറൽസ് ഒന്നുമില്ലേ? നിനക്കൊന്നുമില്ല 2 വേണോ? ഒന്നെങ്കിൽ നിനക്ക് തരാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കഥ കേൾക്കും. എന്ത് ചെയ്യണം? നീ നീ ശരിക്കും ഒരു തെണ്ടിയാണ്. ആ, ഓക്കെ ഓക്കെ, സമ്മതിച്ചു. എന്നോട് ക്ഷമിക്കണം വാലി മാസ്റ്റർ. ഏ, എന്തു പറ്റി? കുഴപ്പമില്ല, നമുക്ക് ഈ കഥ പിന്നെ കേൾക്കാം. ഈ തോട്ട് ഷട്ടറിങ് ടെക്നിക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം തന്നെ അത് തന്നെ എൻലെസ് അളവിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് അത്രത്തോളം അപകടമായ ഒരു രീതിയിലാണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് പതുക്കെ അവനെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ തെണ്ടി അത് സമ്മതിക്കത്തില്ല. എങ്കിലും കുഴപ്പമില്ല, അവനെൻ്റെ പാസ്റ്റ് പറയാത്തത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി മറ്റുള്ളവർ പറഞ്ഞു പറ്റുന്ന ആ ഒരു പാസ്റ്റ് എനിക്കറിയാണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം. അല്ലല്ലേ, എന്തു പറ്റി? ഞാൻ എന്തെങ്കിലും. കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു മികച്ച സമയത്ത് സംസാരിക്കാം. അല്ല, മികച്ച സമയമോ? അതെ. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഇപ്പം എന്നെ കണ്ടിട്ട് എൻ്റെ മാർഷ്യൽ റിലം എത്രയിലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്? താങ്കളുടെ മാർഷ്യൽ റിലം? അതെ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. അല്ല, ഉള്ളത് പറയാനാണെങ്കിൽ താങ്കൾ ഇപ്പോൾ വെറും ഒരു ഫസ്റ്റ് റേറ്റ് ആണ്. ഫസ്റ്റ് റേറ്റോ? ബ്ലൂ സ്പിരിറ്റ് എന്നോട് പറഞ്ഞത് എൻ്റെ ഇൻ്റർണൽ എനർജി മാത്രം അൾട്ടിമേറ്റ് പീക്കാണെന്നാണല്ലോ. അല്ല, ഇതെന്താണ്? ബാക്കിയുള്ളവർക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലേ? അതെൻ്റെ ക്യൂയെ കാരണമാണോ? മോർട്ടൽ,
നിന്റെ ക്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡെത്ത് ക്യൂ വെച്ചാണ്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസിന് ആർക്കും തന്നെ അത് ഫീൽ പോലും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അപ്പൊ നീ പറഞ്ഞു വരുന്നത് സ്ട്രോങ്ങർ ആയിട്ടുള്ള മാർഷൽ ആർട്സിന് ആർക്കും തന്നെ എന്നെ അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ? അല്ല, താങ്കൾ താങ്കളുടെ ക്യൂയെ ഹൈഡ് ചെയ്യുവാണോ? ഹേ, ഒരിക്കലുമല്ല. നീ കണ്ടതുപോലെ തന്നെയാണ്. ഹും, അപ്പൊ എനിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുമല്ലേ? പെട്ടെന്ന് അവനൊന്ന് ഡൗൺ ആയി. അല്ല, എന്തു പറ്റി? നീ ഡിസപ്പോയിന്റഡ് ആയോ? അല്ല, എന്നോട് ക്ഷമിക്കണം. എനിക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഞാനിപ്പം നിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ്റെ അത്രയും ഉയർന്നിട്ടില്ലല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, രണ്ടാഴ്ചയായുള്ളൂ ഈ ഒരു ശരീരം എനിക്ക് കിട്ടിയിട്ട്. അപ്പോൾ പിന്നെ അതിലുപരി എനിക്ക് ശരീരം കിട്ടിയ സമയത്ത് ഇത് തേർഡ് റേറ്റ് പോലും അല്ലായിരുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടി. അല്ല, ആ പറഞ്ഞത് സത്യമാണോ? അത് കൊള്ളാം. ഇപ്പൊ നിനക്കെന്നെ വിശ്വാസവുമില്ലേ? എനിക്കറിയാം നിനക്കിപ്പോൾ നല്ല ഹയർ എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്ന്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും ഇതിലും തുടങ്ങുന്നതേയുള്ളല്ലോ. സമയമാകട്ടെ. ആ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ്. വെറും 2 ആഴ്ച കൊണ്ട് ഫസ്റ്റ് റെല്ലിലേക്ക് എത്തണം. അത് ഒട്ടും തന്നെ. അല്ല, താങ്കളുടെ പഴയ ജന്മത്തില് ആ ഒരു റിലത്തിലേക്ക് എത്താൻ ഇനിയും എത്ര സമയം വേണ്ടിവരും? ആ ഒരു പഴയ റില. സത്യം പറഞ്ഞാൽ ബ്ലൂ സ്പിറ്റ് ആ റിലത്തിനെ പറ്റി എൻ്റെ ഒരിക്കൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അവളെന്തായാലും ശരിക്കും സ്ട്രോങ്ങർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി കുറച്ചധികം സമയം എടുക്കുമായിരിക്കും. കാര്യം ഞാൻ സ്ട്രോങ്ങറായി മാറിയാൽ മാത്രമേ എൻ്റെ ബ്ലൂ സ്പിരിറ്റിൻ്റെ എനിമീസിനെ എനിക്ക് കൊല്ലാൻ പറ്റത്തുള്ളൂ. എന്നാൽ ചിലവർ പറയുന്നത് സമയമെടുത്ത് റിവെഞ്ച് ചെയ്താൽ മതിയെന്നാണ്. കാര്യം അതാണല്ലോ ബെസ്റ്റ് തിങ്. എന്നാൽ എനിക്കങ്ങനെയല്ല. തൽക്കാലം പെട്ടെന്ന് അവനെ കൈ പൊക്കി കാണിച്ചപ്പോൾ ഞെട്ടിത്തെറിച്ചു പോയി. അല്ല, അത് ശരിക്കും കുറവല്ലേ താങ്കൾക്ക്? ഏയ്, ഒരു കുഴപ്പമില്ല. നീ നീ ശരിക്കും ഒരു വിഡ്ഢിയാണ് കേട്ടോ എന്ന് ബ്ലൂ സ്പിരിറ്റിലും പറയുന്നുണ്ട്. കാര്യം ജിയോങ് ഇപ്പൊ പറഞ്ഞത് വെറും 2 വർഷം കൊണ്ട് അവൻ ഇവല്യൂഷണറി റിലത്തിലേക്ക് എത്തുമെന്നാണ്. സത്യം പറഞ്ഞാൽ ഈ ഇവല്യൂഷണറി റില എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. ഒരു മാസ്റ്റർ റിലത്തിലേക്ക് തന്നെ എത്തണം. കാര്യം സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ അതേപോലെ മെന്റൽ സ്റ്റേറ്റ്സും കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിലുപരി ഒരാളുടെ ക്യൂ അവരുടെ 5 വൈറ്റൽ എനർജിയിലേക്ക് തിരിച്ച് ചെല്ലുകയും ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മുടെ കറന്റ് മുറിമിൽ ഇപ്പോൾ ആ ഒരു 6 ഹെവൻസും 8 സ്റ്റാർസും മാത്രമേ ആ ഒരു റിലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. എന്നാൽ അതേസമയം ഇത് കേട്ടപ്പോൾ വാലി മാസ്റ്റർ ആകെപ്പാട് അമ്പരന്ന് പോയി. അവനട്ടെ കരയാനായിട്ട് തുടങ്ങി. ഹ, ഇതെന്തായാലും കൊള്ളാം. എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. നീ എന്താണ് വിചാരിച്ച് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എത്തിയ ഒരു റിലത്തിലേക്ക് നീ എത്ര നിസ്സാരമായി തോന്നോ? നീ എങ്ങനെ സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ മാസ്റ്റർ എന്ന് വിളിക്കുകയും ചെയ്യും. നിന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ അടിമ ആകുകയും ചെയ്യും. ഹും, അത് കൊള്ളാം. നീ അത് മറക്കല് കേട്ടോ. നീ ഇന്ന് തന്ന ഈ ഒരു വാക്ക്. പിന്നെ കാണിക്കുന്നത് ഒരാള് ഒരു സാധനം നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതാട്ടെ നമ്മുടെ യങ്ങസ്റ്റ് ആയിരുന്നു. അവന്റെ സുഹൃത്ത് സ്പൈ ആണെന്ന് അറിഞ്ഞപ്പോ ബാക്കി എല്ലാവരും അവനിട്ട് ഓടിച്ച ആ ഒരു ടൈം ഉണ്ടല്ലോ. ഈ സമയത്ത് മോക്യൂച്ചൻ, അല്ല മാസാങ്, പെട്ടെന്നാണ് അവനത് നീട്ടി വെച്ച് കൊടുത്തത്. അത് ആ ഒരു ലോക്കറ്റ് ആയിരുന്നു. അവൻ എനിക്ക് ഇത് തന്നു. പക്ഷേ ദേഷ്യം വന്നവൻ നേരെ ആ ഭിത്തിയിലേക്ക് എടുത്തിടിച്ചു. കോപ്പ്, ഞാൻ എന്താണ് ചെയ്തു വെച്ചത്? അവൻ എന്നോട് മാത്രം വെറുപ്പായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോ എൻ്റെ ഹാഫ് ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തായ മാസാങ്ങിനെ ഞാൻ ഇൻഡയറക്ട്ലി കൊല്ലുകയാണ് ചെയ്തത്. അവൻ എന്നെ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ കാരണം ഈ സമയത്ത് യങ്ങസ്റ്റിനെ ദേഷ്യം വന്നിട്ട് അവനെ ഭിത്തിയിലേക്ക് ഇടിക്കാനായിട്ട് തുടങ്ങി. അവൻ്റെ ദേഷ്യം തീരുന്നവരെ മോക്ക് ജോൺ എന്ന് വിളിച്ചുകൊണ്ട് നേരെ ദേഷ്യം തീരുന്നവരെ അവനവിടെ ഇടിച്ചുകൊണ്ടിരുന്നു. അവസാനം അവനവിടെ കിതച്ച് നിൽക്കുകയും ചെയ്തു. ഉള്ളത് പറയാനാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയായിരുന്നു. മോക്ജിയുടെ മുമ്പിൽ എനിക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോർണർ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. അവൻ മാറുമെന്ന് വിചാരിച്ച ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയാണ്. എല്ലാ ദിവസവും പഴയ പോലെ ആകുമെന്ന് വിചാരിച്ച ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയാണ്. ഇനി ഇവിടെയാണെങ്കിലും മോക്സോട്ട് മാൻഡറിലാണെങ്കിലും ഇവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാർഷൽ ഫോഴ്സ് വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നീ ജസ്റ്റ് ഫോക്കസ് ചെയ്താൽ മതി. സർവൈവ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്താൽ മതി. ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറണം. അതിനുവേണ്ടി കുറച്ച് റിസ്ക് ഞാൻ എടുക്കുകയും ചെയ്യണം. ഞാൻ സ്ട്രോങ്ങർ ആയാൽ മാത്രമേ എല്ലാവരും എൻ്റെ മുമ്പിൽ തലകുനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ ആ ഒരു സീക്രട്ട് ആയ ആർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മോക്സോട്ട് മാനിലെ ജിയോ അവന് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ആർട്ട്. എന്തായാലും ഇത് നല്ല ബെറ്റാണ്. നല്ല ബെറ്റാണ്. ഞാൻ 20 വർഷം എടുത്തിട്ടാണ് ആ ഒരു റിലത്തിലേക്ക് എത്തിയത്. നീ വെറും 2 വർഷം എന്നല്ല പറഞ്ഞ. നമുക്ക് എന്തായാലും കാണാം. അല്ല, നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ സാധിക്കത്തില്ലല്ലോ. അങ്ങനെയാണ് എപ്പോഴും എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിരുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരും. നീ അത് ട്രൈ ചെയ്തില്ലെങ്കിൽ നിന്റെ ഇന്നേറ്റുള്ള പേഴ്സണാലിറ്റി ഒരിക്കലും നിനക്ക്. പെട്ടെന്നായിരുന്നു തല അതിശക്തമായി അവന് വേദനിക്കാൻ തുടങ്ങിയത്. മൈലേക്ക്, എന്തു പറ്റി? ഏ, കുഴപ്പമൊന്നുമില്ല. അല്ല, അതെന്തായിരുന്നു? ഞാൻ ഞാൻ എന്തോ ഒന്ന് മറന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ചിന്തിക്കാൻ നേരത്ത് അപ്പൂപ്പൻ എന്തോ ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക്. അല്ല, ഇനി എങ്ങാനോ. പിന്നെ കാണിക്കുന്നത് ആ ഒരു സീൽഡ് ആയിട്ടുള്ള ഡോറാണ് അവൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്.
എന്തൊന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പോലെ. അല്ല, ഇനി എങ്ങനെ അപ്പൂപ്പനായിരിക്കോ ഇതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തത്? മൈലീഗ്, ഏ കുഴപ്പമൊന്നുമില്ല, എൻ്റെ തല ഒന്ന് വേദനിച്ചെന്ന് മാത്രം. അല്ല, എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ചോദിച്ചോളൂ. നിനക്ക് ഫാൻറ്റം സോണിനെ പറ്റി അറിയാവോ? ശരിയാണ്, എന്തോന്ന് ഞാൻ മറക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ആലോചിക്കുന്നതിനെക്കാട്ടും മുമ്പ് ഞാനിപ്പോൾ മറ്റൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യണം. അല്ല, താങ്കളീ പറഞ്ഞു വിടുന്നത് 6 ഹെവൻസിലെയും 8 സ്റ്റാർസിലെയും ഫാൻറ്റം സോണിനെ പറ്റിയാണോ? അതെ, എൻ്റെ അപ്പൂപ്പനെ ഞാൻ അവഞ്ച് ചെയ്യണം. അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. ആൻഡ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ദി ഹെവൻ എർത്ത് അസോസിയേഷനിലേക്ക് വന്നത്. എനിക്ക് നമ്മുടെ മുറിമിലെ കറണ്ട് സിറ്റുവേഷൻ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഉം. എനിക്ക് മനസ്സിലായി. ഈ ഫാൻറ്റം സോഡ് എന്ന് പറയുന്നത് ശരിക്കും ഇൻഫേമസ് ആണ്. ഇൻഫേമസ് ആണെന്നോ? അതെ, സത്യം പറഞ്ഞാൽ ആരും തന്നെ അവനുള്ള ഒരു ഡ്യൂവലിൽ സർവൈവ് ചെയ്തിട്ടില്ല. ഒരാൾ പോലും. ഉം, ഉം. ഒരാൾ പോലും. അവൻ്റെ പേര് തന്നെ സത്യം പറഞ്ഞാൽ കുറച്ച് യുണീക്കാണ്. അവൻ എപ്പോൾ ഇങ്ങനെ വന്നെന്ന് ഒരാൾക്കും അറിഞ്ഞൂടാ. പെട്ടെന്നൊരു ദിവസം വന്ന് ഈ ഓർത്തഡോക്സ് മുറിവ് അലയൻസിലെ എല്ലാ മാർഷൽ മാസ്റ്റേഴ്സിനെയും അവൻ ഇങ്ങോട്ട് കീഴ്പ്പെടുത്തി. അല്ല, ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലോ. ഞാൻ വിചാരിച്ചത് മാൻഡം മാസ്റ്ററിന്റെ സൈഡിലുള്ള ആ ഒരു സ്കാർ എന്ന് പറഞ്ഞത് അത് ഫാൻറ്റം സോണിന്റെ ആയിരിക്കുമെന്നാണ്. അല്ല, ഒരാളുണ്ട് കേട്ടോ. അത് വൺ ഓഫ് ദി 5 കിങ് ഇൻ ദിസ് അസോസിയേഷൻ, ദി ടോഡ് പോയ്സൺ കിങ് ഉള്ള ബിഗ് സാഹ. ഞാൻ കേട്ടിരുന്നു ഫാൻറ്റം സോഡ് അവനോട് യുദ്ധം ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ അതിനുശേഷമാണ് ഫാൻറ്റം സോഡിനെ കാണാതായതും. അപ്പോ മാനർ മാസ്റ്ററും അല്ലായിരുന്നു. അതിലുപരി അല്ല, ഉറപ്പാണോ ഫാൻറ്റം സോഡോട്? അതെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തേ? അല്ല, അതേപോലെ ഞാൻ കേട്ടിരുന്നു ദ ഹെവൻ എർത്ത് അസോസിയേഷനിലാണ് ഈ ഫാൻറ്റം സോഡെന്ന് മൂക്യൂസൻ പറഞ്ഞത് എന്നൊക്കെ അങ്ങനെയാണ്. പക്ഷേ അവൻ തെറ്റിപ്പോയതാണോ? അല്ല, അങ്ങനെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. കാര്യം അവനോട് ഫൈറ്റ് ചെയ്തിട്ട് ആകെപ്പാടെ ഇവിടെ സർവ് ചെയ്തത് അവൻ മാത്രമാണ്. സോ അതിൻ്റെതായ ഒരു കാര്യമുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് ഈ ഫാൻറ്റം സോഡ് എന്ന് പറഞ്ഞ് അസോസിയേഷൻ ലീഡറിൻ്റെ പേഴ്സണൽ ഗാർഡാണെന്നാണ്. പേഴ്സണൽ ഗാർഡോ? ഓ, അപ്പോൾ അവരിപ്പോഴും ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഈ പേഴ്സണൽ ഗാർഡ്സ് എന്ന് പറഞ്ഞ് അസോസിയേഷൻ ലീഡറിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആർക്കും തന്നെ ഫാൻറ്റം സോണിനെ പറ്റി അറിഞ്ഞൂടാ. അങ്ങനെ പറയാം. പക്ഷേ ടോൾ പോയ്സൺ കിങ്ങിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറിയാൻ ചാൻസ് ഉണ്ട്. ടോഡ് പോയ്സൺ കിങ്. എങ്കിൽ ശരി. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ചോദിച്ചോളൂ. ഈ ഒരു കോപ്സ് ബ്ലഡ് വാലിയുടെ യഥാർത്ഥ പർപ്പസ് എന്താണ്? ഇതേ സമയത്ത് നമ്മുടെ യങ്ങസ് അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിസ്സാരമല്ലായിരുന്നു, അവൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വൺ ഓഫ് ദി മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യാനായിട്ടാണ്. പക്ഷേ എന്തിന്? അവരിപ്പോൾ അവരുടെ വേർത്ത് ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹെവൻ എർത്ത് അസോസിയേഷന്റെ വാരിയേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. ആൻഡ് അതിന് പുറമെ ഫൈനൽ ട്രയലിലെ അവസാനത്തെ ട്രെയിനിക്ക് ഇവിടുത്തെ ഹയർ അപ്സിന്റെ കീഴിൽ പഠിക്കാനും ഒരു ചാൻസ് ഉണ്ട്. അല്ല, പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിങ്സിന്റെ കീഴിലല്ലേ? അപ്പോൾ ടോഡ് പോയ്സൺ കിങ് ഇവിടെ പെട്ടെന്ന് അവൻ ചിരിക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതിനു മുമ്പ് താങ്കളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത് നിനക്കറിയാലോ. ഉം. എങ്കിലും സംഭവം കൊള്ളാം. ഇത് നമ്മുടെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്താലോ? അല്ല, എങ്ങനെ? എങ്ങനെയെന്നോ? നീ തന്നെ പറഞ്ഞില്ലേ എനിക്കെന്തായാലും ടോപ്പിലേക്ക് എത്തിയത് കഴിഞ്ഞാൽ ഒരു ഹയർ അപ്പിന്റെ കീഴിലേക്ക് വരാൻ പറ്റുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതല്ലേ ഏറ്റവും ബെറ്റർ. പുറത്തു നിന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മുറിവുകളെക്കാട്ടും ഏറ്റവും ആഴമേറിയത് അകത്തു നിന്നുള്ള മുറിവുകളല്ലേ? ഏകദേശം അവനും കാര്യം മനസ്സിലായി. ഇതേ സമയത്ത് യങ്ങസ്റ്റ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാനിത് സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു സൈഡ് എഫക്ട്സ് കാരണമാണ്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ സ്ട്രോങ്ങറായി മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് മോക്ക് ജേൺ വൺ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ടോഡ് പോയ്സൺ കിങ്ങിൻ്റെ ഡിസിപ്ലിനായി മാറണം. എന്നിട്ട് ഫാൻറ്റം സോണിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നേടിയെടുക്കണം. ആൻഡ് അതിനുവേണ്ടി ഫൈനൽ ട്രയൽ ഞാൻ കടക്കണം. നീ ആയിരിക്കത്തില്ലടാ ഫൈനൽ ട്രയൽ കടക്കാൻ പോകുന്നത്. അതേസമയം കുറച്ച് പേര് അവിടെ നിപ്പോണ്ടായിരുന്നു. അല്ല, എന്താണ് പറയുന്നത്? ഒരാൾ കൂടുതലാണെന്നോ? അല്ല, നമ്മൾ 8 പേരല്ലേ പാടുള്ളായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷേ എന്നെയും പിന്നെ ഇയോങ്കേനെയും ഒരുമിച്ച് ഇവിടെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അതാണ് ഈ ഇഷ്യൂ വന്നത്. എങ്കിൽ കുഴപ്പമില്ല, ഒരാളെ കളഞ്ഞാൽ പോരെ. ഈ സമയത്ത് ഡിമോണിക് മോങ്കും അവിടെ നിപ്പോണ്ട്. ആ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒരാൾ പൊക്കോ. എന്ത്? നീയാരടാ ഞങ്ങളോട് പോകാൻ പറയുന്നു പറഞ്ഞ് ഒരുത്തിനവിടേക്ക് കയറി വന്ന്. ഓ, ഞാനിവിടേക്ക് വന്നത് ആ ഈ ഒരു ഗായ ഉള്ളത് കാരണമാണ്. ഇപ്പൊ നോക്കാൻ നേരത്ത് ഈ പെണ്ണിവിടെ കിടന്ന് ലീഡർ കളിക്കുന്നോ? അതൊന്നും പറ്റുന്നൊന്നുമില്ല. അതിലുപരി നീ ആരാണ്? നീ പറയണെന്തിനാണ് ഞാൻ കേൾക്കുന്നത്? എടൊന്ന് ശബ്ദിക്കാതിരി. അവൻ നേരത്തെ അവനെ കാണിച്ചു കിട്ടിയത് അറിയാലോ. ശരിയാണ്. നീയൊക്കെ വിഡ്ഢികളാണ്. യോങ്ങനെ കണ്ടിട്ട് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അവന്റെ മുഖത്തേക്ക് നോക്ക്, ഒരു മുറിവ് പോലും ഇല്ല. അല്ല, അതും ശരിയാണ്. എനിക്ക് ഉറപ്പാണ് ഇവൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ആ ഒരു ഫ്രീ പാസിന് വേണ്ടി തന്നെ. മേ ബി ചിലപ്പോൾ അവനെ സെഡ്യൂസ് ചെയ്ത് കാണും. ഇത് കേട്ടപ്പോൾ ഡിമോണിക് മോഗിന് ദേഷ്യം വന്ന് അവൻ അവിടേക്ക് ചെന്നപ്പോൾ, വേണ്ട വേണ്ട, നീ അവിടെ വെയിറ്റ് ചെയ്യ്. അവൻ എന്നെ ശരിക്കും ഡൗട്ട് ചെയ്യുന്നില്ലേ? അബു പറ, ഞാൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? നിനക്ക് ഫൈറ്റ് ചെയ്യണോ? ആ, അത് തന്നെ, ഫൈറ്റ് ചെയ്യാം. എങ്കിൽ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ്
റിച്ച് ലോ അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് അവനെ വലിച്ച് അവനെ മുഖത്ത് കയറി പിടിച്ച് ഒരൊറ്റ കങ്ങട്ട് ചെയ്തു. എല്ലാരും ഒന്ന് ഞെട്ടി. അത് കൊള്ളാം, ഇപ്പഴേ തീർന്നോ? ഇതൊട്ടും രസമില്ലല്ലോ. ഏ, അവൻ ഇത്ര പെട്ടെന്ന് തീർന്നോ? അല്ല, അതെന്തുവായിരുന്നു? ടെലിക്കിനിസിസ് ആണോ? എന്തേ, ഇനി ആർക്കെങ്കിലും ഫൈറ്റ് ചെയ്യണോ? ഏ, വേണ്ട. ആ, അപ്പൊ പിന്നെ ഇനി ആർക്കും കംപ്ലൈന്റ്സ് ഒന്നുമില്ല. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങാനോ? എന്ത് തുടങ്ങാൻ? ഈ സമയത്താണ് അവന് ബോധം തിരിച്ചു വന്ന് പതുക്കെ അവന്റെ തല ഉയർത്തിയത്. പെട്ടെന്നാണ് ജിയോങ് ഒരറ്റക്ക് അങ്ങോട്ട് ചെയ്ത് അവന്റെ കാലങ്ങോട്ട് ഒട്ടിച്ച് കളഞ്ഞത്. വേദന കൊണ്ട് അവൻ കിടന്ന് അലറാനായിട്ട് തുടങ്ങി. അല്ല, നീ എന്താണ് ചെയ്യുന്നത്? അവനിപ്പോ നിലത്ത് കിടക്കുവല്ലായിരുന്നാ? അതുകൊള്ളാം, നീ എന്തിനാണ് ഈ ഞെട്ടുന്നത്? ഞാനിത് തുടങ്ങിയിട്ടേ ഉള്ളല്ലോ. അതും കൂടെ കേട്ടപ്പോ അവൻ അമ്പരന്ന് പോയി. ഇനി എന്തായാലും കുറച്ച് ബിസി ആയിരിക്കും. കാര്യം എന്റെ ടീമിലില്ലാത്ത എല്ലാവരുടെയും കൈയും കാലും ഞാൻ തല്ലി ഒടിക്കാൻ പോകുവാണ്. ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് വരെ. അത് എല്ലാരെയും ഞെട്ടിച്ച് കളഞ്ഞു. പിന്നെ കാണിക്കുന്ന ഒരുത്തൻ അത് കേൾക്കുന്നതാണ്. അല്ലടാ, നിനക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കാൻ പറ്റുമോ? ശബ്ദമോ? എന്ത്? പെട്ടെന്നാണ് ആ ഡോറ് തുറന്നത്. അല്ല, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇവിടെ ടീം ഫുള്ളാണ്, മര്യാദക്ക് തിരിച്ചു പോ. 1, 2, 3, 4. 4. ഓക്കെ ഓക്കെ, സംഭവം കൊള്ളാം. നീ എന്താടാ ഈ പറയുന്നത്? ആ സമയത്ത് ജിയോങ്ങിന്റെ മുന്നിലേക്ക് നടന്ന് ഒന്നെന്നും പറഞ്ഞ് അവന്റെ കാലിലേക്ക് ഒരു അറ്റാക്ക് ചെയ്ത് അവന്റെ കാലങ്ങോട്ട് ഒട്ടിച്ചു കളഞ്ഞു. വേദന കൊണ്ട് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറി. നീ എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ടീം ഫുള്ളാണെന്ന്. നീ ഇനി എങ്ങനെ പോലും ഞങ്ങൾ ടീമിൽ കയറത്തില്ല. ഹേ, പേടിക്കണ്ട, എനിക്കൊരു ടീമുണ്ട്. ഞാൻ ഇവിടേക്ക് വന്ന് നിന്റെയൊക്കെ കൈയും കാലും തല്ലി ഒടിക്കാനാണ്. എന്ത്? 1, 2, 3 പറഞ്ഞ് ബാക്കിയുള്ള 3 പേരുടെ അവിടെ കൈയും കാലും അവനങ്ങോട്ട് തല്ലി ഒടിച്ചു. ഇനിയുള്ളത് പെട്ടെന്ന് ഒരുത്തൻ്റെ കയ്യിൽ കയറി പിടിച്ചു. കിടന്ന് ബഹളം വെക്കല്ലേ, കൈ വലിക്കുകയും ചെയ്യില്ലേ. അങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത സെക്കൻഡ് ഫോണെന്നും പറഞ്ഞ് അവന്റെ കൈയും തല്ലി ഒട്ടിക്കുന്നുണ്ട്. എല്ലാവരും വേദന കൊണ്ട് നല്ലതാണെടുത്ത് അന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. കുഴപ്പമില്ല, 4 പേര്. അപ്പൊ മൊത്തം എൻ്റെ ടീമിനും കൂടെ കൂട്ടാതെ 64 പേരോളം ഉണ്ട്. കുറച്ച് ബിസി ആയിരിക്കും. നീ ശരിക്കും ഒരു ഭ്രാന്തനാണ്. ഇതേ സമയം നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം വരെ അവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഇതേ സമയത്ത് യങ്ങസ്റ്റ് പെട്ടെന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, ഞാൻ എന്തെങ്കിലും കേട്ടോ? ആ ടൈമിലാണ് അവൻ ചോദിക്കുന്നത്. അല്ല, അതാരാണ്? പെട്ടെന്ന് അതും തുറന്ന് അവൻ അകത്തേക്ക് വന്നു. മൂ ജാങ് യാക്ക്, നീയോ? ഹായ്, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? പിന്നല്ലാതെ, എന്റെ സേവിയറിന്റെ മുഖം ഞാൻ എങ്ങനെയാണ് മറക്കേണ്ടത്? സെക്കൻഡ് ട്രയലിൽ വെച്ച് എന്റെ ടീംമേറ്റ്സിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇവനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തത്. അല്ല, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അത് പിന്നെ ചെറിയ പ്രശ്നമുണ്ട്. എന്ത്? എൻ്റെ ഒരു മെമ്പറിനെ ഞാൻ നോക്കി പോയപ്പോഴാണ് അവൻ്റെ കൈ കാലുകൾ ഒടിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് കോമ്പറ്റീഷൻ നിർത്താൻ വേണ്ടി അവർ ചെയ്ത പണിയാണെന്നാണ് പറഞ്ഞത്. എന്ത്? ആര്? അല്ല, നിനക്കറിയാലോ ആ 2 ട്രയലും ഫസ്റ്റ് വന്നവൻ. പെട്ടെന്ന് അവൻ ഞെട്ടി. മോക് ജുൻ വുൺ, നീ ഇവിടെയും? അല്ല, അതുകൊണ്ടൊരു ഓഫറിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഓഫറോ? എന്ത്? നിനക്കെൻ്റെ ടീമിൽ ചേരാൻ സാധിക്കുമോ? നിന്റെ ഫ്രണ്ട് ആ ഒരു സ്പൈ, അതെനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ ഡൗട്ട് ചെയ്യുന്നില്ല. നിനക്ക് ഉറപ്പായിട്ടും ഒരു ടീം വേണം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ടീമിൻ്റെ ആവശ്യമുണ്ട്. നീ എൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ. അല്ല, നിനക്കുറപ്പല്ലേ? ഒരു കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. നിന്റെ മൗനം ഞാൻ യെസ് ആയിട്ട് കൂട്ടിക്കോടെ? ഹും, എന്തൊക്കെ വന്നാലും ഈ ഒരു ട്രയലിൽ പാസ്സാകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടീമിന് വേണം. അതിലുപരി എന്ത് വില കൊടുത്തും ഞാൻ മോക്കിനെ പരാജയപ്പെടുത്തുകയും വേണം. ശരി, ഞാനുണ്ടെന്ന് പറഞ്ഞ് അവനവിടെ കൈ കൊടുക്കുകയും ചെയ്യും. അപ്പം പിന്നെ ഞാനല്ലേ നന്ദി പറയണ്ട, നീ ശരിക്കും എക്സലൻ്റ് ആയുള്ള ടീമേറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് യങ്ങസ് ഞെട്ടിയത്. എനിക്ക് തോന്നിയായിരുന്നു ഇവൻ ശരിക്കും എന്നെക്കാട്ടും സ്ട്രോങ്ങർ ആണ്. ഇവനൊട്ടും വീക്കും അല്ലല്ലോ. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യും? നമുക്ക് അവനെ പരാജയപ്പെടുത്തണ്ടേ? അത് പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് 3 ദിവസം കഴിഞ്ഞുള്ള കാഴ്ചയാണ്. അപ്പോൾ തേർഡ് ട്രയലിൻ്റെ ടോപ്പ് ട്രെയിനിനെ അനൗൺസ്മെന്റ് സമയമായിട്ടുണ്ട്. തേർഡ് ട്രയലിലെ ടോപ്പ് ട്രെയിൻ എന്ന് പറയുന്നത് മൂ ജാൻ യാക്കാണ്. യെസ്, നമ്മളത് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ടടാ പിന്നിൽ നിന്ന് കുത്തിയത്? ഉം, ഉള്ളത് പറഞ്ഞ അത്ര മോശമൊന്നുമില്ല. ഇത് ശരിക്കും അമ്യൂസിങ് ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്.